നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. 50 കോടി രൂപയുടെ പ്രഖ്യാപിത സ്വത്ത് നാമനിർദ്ദേശ പത്രികയിൽ രേഖപ്പെടുത്തിയിട്ടും PV അൻവറിന് പണമില്ല. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്തെങ്കിലും തരൂ എന്ന അഭ്യർത്ഥനയുമായാണ് ഇപ്പോൾ PV അൻവർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും മറ്റും രംഗത്തിറങ്ങിയിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് പ്രത്യേകിച്ച് അൻവർ ഈ പ്രചരണം നടത്തുന്നത്. തനിക്ക് ജനങ്ങളിൽ നിന്നും പണം പിരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരുന്ന അവസ്ഥയാണെന്നും 10,000 രൂപ പോലും കയ്യിലെടുക്കാൻ ഇല്ലെന്നുമാണ് നേരത്തെ PV അൻവർ പറഞ്ഞത്. എന്നാൽ സ്വത്ത് വെളിപ്പെടുത്തിയപ്പോൾ അൻവറിനും 2 ഭാര്യമാർക്കുമായി ഏതാണ്ട് 50 കോടിക്കടുത്ത് സ്വത്തുണ്ടെന്നാണ് ആ നാമനിർദ്ദേശ പത്രികയിൽ വ്യക്തമാക്കിയിരുന്നത്. 20 കോടിയുടെ ബാധ്യതയുമുണ്ട്. ഏതായാലും ഇത്രയും സ്വത്തുള്ളവൻ പിന്നെ എന്തിനാണ് ഈ ജനങ്ങൾക്ക് മുന്നിൽ തെണ്ടുന്നത്? എനിക്ക് കാശില്ല, നിങ്ങൾ 1 രൂപയെങ്കിലും തന്നാലും കുഴപ്പമില്ല, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എനിക്ക് പണം ചെലവഴിക്കാനുള്ള മാർഗമില്ല, എല്ലാം പിണറായി വിജയൻ അടച്ചു പൂട്ടിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കുന്നത്, തെണ്ടുന്നത്, എന്തെങ്കിലും തരണേ എന്നുള്ള രീതിയിലാണ് PV അൻവർ ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിലെത്തുന്നത്. എന്താണ് ഈ അൻവറിൻ്റെ ഈ ഒരു തന്ത്രത്തിൻ്റെ പിന്നിലുള്ളത്? അൻവറിന് ഏതായാലും പണമില്ലാത്തതൊന്നുമല്ല. അൻവർ ശതകോടീശ്വരനാണെന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. വലിയ ബിസിനസ്സുകാരനാണ്. അൻവറിൻ്റെ കുടുംബം തന്നെ വലിയ ബിസിനസ് കുടുംബമാണ്. അൻവറിൻ്റെ പിതാവ് വലിയ ബിസിനസ്സുകാരനായിരുന്നു. അൻവറിൻ്റെ 8 ഏതാണ്ട് സഹോദരന്മാരെല്ലാവരും തന്നെ വൻ ബിസിനസ്സുകാരാണ്, കേരളത്തിനകത്തും പുറത്തും ദുബായിലുമെല്ലാം. അപ്പോൾ അൻവറിന് പണത്തിൻ്റെ പ്രശ്നമില്ല. പക്ഷേ എന്തിനാണ് അൻവർ തനിക്ക് എന്തെങ്കിലും തരൂ, എനിക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കാശില്ല, നിങ്ങൾ സഹായിക്കണേ നാട്ടുകാരെ എന്ന് പറഞ്ഞ് കൈ നീട്ടുന്നത് എന്തുകൊണ്ടാണ്? ഇത് അൻവറിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്. കാരണം ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിച്ചേരാനും ജനങ്ങളിലേക്ക് കൂടുതൽ ഇടപഴകാനും ഈ ഒരു തന്ത്രം സഹായിക്കും. നിങ്ങൾ മയക്ക് വെച്ച് കെട്ടി നാട് മുഴുവൻ പ്രചരണം നടത്തുന്നതും വലിയ ജീപ്പിൽ കയറി നിന്ന് കൈവീശി ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതും എല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അൻവർ ആ പണിക്ക് നിൽക്കില്ല. അതുകൊണ്ട് ഈ വെയിലും മഴയും കൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് വണ്ടിയിൽ കയറി തുറന്ന ജീപ്പിൽ കയറി നിലമ്പൂർ മണ്ഡലം മുഴുവൻ പ്രചരണം നടത്താൻ അൻവറിന് താല്പര്യമില്ല. കാരണം അദ്ദേഹത്തിന് പരമാവധി പോയാൽ ഒരു 10,000 വോട്ടേ കിട്ടുകയുള്ളൂ. ആ 10,000 വോട്ട് കിട്ടി തോൽക്കാൻ വേണ്ടി എന്തിനാണ് ഞാൻ ഈ നിലമ്പൂർ മണ്ഡലം മുഴുവൻ ജനങ്ങൾക്ക് മുന്നിൽ കൈവീശി വെയിലും മഴയും കൊള്ളേണ്ടതെന്ന് അൻവർ വിചാരിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഐഡിയ തോന്നിയത്. കാരണം ഇങ്ങനെ നിരന്തരം ഫേസ്ബുക്കിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലെയും നിങ്ങൾ പ്രചരണത്തിനായി കാശ് അയച്ചു തരുന്നുള്ള അഭ്യർത്ഥന നടത്തിയാൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുകയാണ് അദ്ദേഹം. കാരണം ഒരു പൊതുയോഗം സംഘടിപ്പിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ കൈവീശി ജനങ്ങളുടെ മുമ്പിലൂടെ വലിയൊരു ജീപ്പിലോ അല്ലെങ്കിൽ തുറന്ന വാഹനത്തിലോ പോകുന്നതിനേക്കാൾ എളുപ്പം ജനങ്ങളുടെ മുന്നിലേക്ക് എത്താൻ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ എനിക്ക് എന്തെങ്കിലും സംഭാവന നൽകണേ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പോൾ പ്രചരണം നടത്തുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ അടുത്തേക്ക്, ജനങ്ങളുടെ മനസ്സിലേക്ക് എത്താൻ ഈ ഒരു രീതി സഹായിക്കുമെന്ന് PV അൻവറിനെ ബുദ്ധിയുള്ള ആരോ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അങ്ങനെയാണ് അൻവർ ഈ കാശിതാ ചേട്ട എന്നുള്ള പരിപാടിയുമായി രംഗത്തിറങ്ങുന്നത്. കാരണം ഇനിയിപ്പോൾ അൻവറിന് വലിയ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കേണ്ട ആവശ്യമില്ല. തുറന്ന ജീപ്പിൽ ജനങ്ങളുടെ മുന്നിലൂടെ പോകേണ്ട കാര്യങ്ങൾ എല്ലാ ബൂത്തിലും സ്വീകരണം ഏറ്റുവാങ്ങണം. ഇതിനെല്ലാം പൈസ ചിലവാക്കണമല്ലോ. 10 പൈസ ചിലവാക്കാതെ തന്നെ ജനങ്ങളുടെ മുന്നിൽ എങ്ങനെ പ്രചരണം നടത്താമെന്ന് PV അൻവർ കാണിച്ചു തരികയാണ് ഈ ജനങ്ങളുടെ മുന്നിലുള്ള പിരിവിലൂടെ. പിരിവിന് അൻവർ പണ്ട് മോശമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എങ്കിലും ഇപ്പോൾ ജനങ്ങൾ 1 രൂപയെങ്കിലും 1 രൂപ, 10 രൂപയെങ്കിൽ 10 രൂപ ഉള്ളത് ചേട്ടാ, ഞാൻ ഈ പ്രചരണം നടത്തട്ടെ എന്ന് പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് വോട്ട് ചോദിക്കുന്നതിന് തുല്യമാണെന്ന് അൻവറിനറിയാം. വോട്ട് ചോദിക്കുന്നത് വേറെ രീതിയിൽ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നെന്ന് മാത്രം. ഏതായാലും ഇത്തരം ഒരു പരിപാടി നന്നായിട്ട് ക്ലിക്ക് ചെയ്തു എന്ന് ഇപ്പം അൻവർ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ, കഴിഞ്ഞ ദിവസം അദ്ദേഹം പത്രിക പിൻവലിക്കുമെന്നൊക്കെയാണ് കേട്ടിരുന്നത്. UDF ഒന്ന് അയഞ്ഞെങ്കിൽ അദ്ദേഹം പത്രിക പിൻവലിക്കുമായിരുന്നു. എന്നാൽ UDF അയയാൻ തയ്യാറായില്ലപ്പോൾ ഇനി കാശമോ ഇറക്കി, തൻ്റെ കയ്യിലിരിക്കുന്ന പണം ഇറക്കി വലിയ പ്രചരണ സംവിധാനം ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. കാരണം 10,000 വോട്ട് കൂടുതൽ കിട്ടില്ല, 8 തലയിൽ പൊട്ടുന്നുള്ള കാര്യം അൻവറിനും നാട്ടുകാർക്കും അറിയാം. അപ്പോൾ ചുളിവ് വിലയിൽ അല്ലെങ്കിൽ ചുളിവിൽ ആളുകളുടെ അടുത്തേക്ക് എത്തി വോട്ട് ചോദിക്കാനൊരു തന്ത്രം എന്ന രീതിയിലാണ് ഈ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച് പ്രചരണം നടത്തുക എന്നുള്ള പരിപാടിയുമായി അൻവർ എത്തിയത്. അതുകൊണ്ട് വോട്ട് ചോദിക്കുന്നതിന് പകരം 1 രൂപയുണ്ടോ 2 രൂപയുണ്ടോ എൻ്റെ പണം ചോദിച്ചാലും മതി. കാരണം വോട്ട് ചോദിക്കണമെന്നില്ല. അതാണെങ്കിൽ വോട്ട് ചോദിക്കണമെങ്കിൽ നേരിട്ട് ചെല്ലണം. പക്ഷേ ഫേസ്ബുക്കിൽ കൂടെ 1 രൂപ 2 രൂപ അഭ്യർത്ഥിക്കാൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ 1 രൂപ 2 രൂപയ്ക്ക് അഭ്യർത്ഥിച്ച് ജനങ്ങളുടെ അടുത്തേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രം എന്നുള്ള നിലയ്ക്കാണ് കോടീശ്വരനായ അൻവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുള്ള പണത്തിനായി ജനങ്ങൾക്ക് മുമ്പിൽ തെണ്ടുന്നതെന്നാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് അറിയാൻ കഴിയുന്നത്.